നമ്മൾ ആരും അറിയാതെ നമ്മുടെ വിലപ്പെട്ട ഊർജ്ജം മുഴുവൻ ചോർത്തിക്കളയുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? ദിവസവും നമ്മളെ തളർത്തുന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരി, നമുക്ക് തുടങ്ങാം. ചില ദിവസങ്ങളിലെ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ വൈകുന്നേരം ആവുമ്പോഴേക്കും ശരീരം മൊത്തം തളർന്നു പോയ പോലെ തോന്നും. എന്തായിരിക്കും ഇതിന്റെ കാരണം? ചിലപ്പോൾ അതിന്റെ ഉത്തരം നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരിടത്തായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ സംസാരത്തിലും ചിന്തകളിലുമൊക്കെ. നമ്മുടെ മനസ്സിനെ ഒരു ബക്കറ്റായിട്ടൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പക്ഷേ അതിൽ നിറയെ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. നമ്മുടെ വിലപ്പെട്ട മാനസിക ഊർജം അതുവഴി പതിയെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ആ ചോർച്ചകൾ എവിടെയാണെന്ന് ഒന്ന് കണ്ടുപിടിക്കാം. ഈ മാനസിക ഊർജം എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ലാട്ടോ. നമ്മുടെ സ്വപ്നങ്ങൾക്കു പിന്നാലെ പോകാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സന്തോഷമായിരിക്കാനും നമ്മളെ സഹായിക്കുന്ന ശരിക്കുമുള്ളൊരു ഇന്ധനമാണിത്. അത് കുറഞ്ഞുപോയാൽ ജീവിതത്തിന്റെ ഒരു നിറം തന്നെ അങ്ങ് മങ്ങിപ്പോവും. അതെ, ഈ ചോരുന്ന ബക്കറ്റ് എന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഈ ഊർജം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോ എവിടെയാണ് ഈ ചോർച്ചകൾ? നമുക്ക് നോക്കാം. ഈ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയം തോന്നും അല്ലേ? വീട്ടിലെ വഴക്കുകൾ, ഓഫീസിലെ പ്രശ്നങ്ങൾ, ചെറിയ കാര്യങ്ങൾക്കുള്ള തർക്കങ്ങൾ, ഇവയൊക്കെ ഒറ്റ നോട്ടത്തിൽ നിസാരമായി തോന്നാമെങ്കിലും ഓരോന്നും നമ്മുടെ ആ എനർജി ബക്കറ്റിൽ ഒരു പുതിയ ദ്വാരമുണ്ടാക്കുകയാണ്. ഈ ഒരു ഉപമ എത്ര ശക്തമാണെന്ന് നോക്കിക്കേ. ചിതലൊരു മരത്തിനെ എങ്ങനെയാണോ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്നത്, അതുപോലെയാണ് നിരന്തരമായ ഈ കലഹങ്ങൾ നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ പതുക്കെ ഇല്ലാതാക്കുന്നത്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാവും. ഒരു വാദത്തിൽ ജയിക്കുമ്പോൾ നമുക്കൊരു താൽക്കാലികമായ സന്തോഷവും അഹങ്കാരവും ഒക്കെ തോന്നിയേക്കാം. പക്ഷെ അതിന് പിന്നിൽ നമ്മൾ കൊടുക്കുന്ന യഥാർത്ഥ വിലയെന്താണ്? ആ ഒരു വിജയത്തിനപ്പുറം നമ്മൾ എന്താണ് ശരിക്കും നഷ്ടപ്പെടുത്തുന്നത്? നോക്കൂ, ഒരു തർക്കത്തില് ജയിക്കുമ്പോൾ നമുക്കെന്താ കിട്ടുന്നത്? ആ ഒരു നിമിഷത്തെ ഒരു ഈഗോയുടെ സന്തോഷം, അത്രയുള്ളൂ. പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന വിലയോ? നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ എനർജി, നല്ല നല്ല ബന്ധങ്ങൾ, ഇതൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ശരിക്കും ആരാണിവിടെ ജയിക്കുന്നത്? ഇതൊരു വെറും തോന്നലല്ല, ശാസ്ത്രീയമായൊരു സത്യമാണ്. വെറും ഒരു മിനിറ്റത്തെ ദേഷ്യം അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ മണിക്കൂറുകളോളം തളർത്തുന്നു. അങ്ങനെയെങ്കിൽ ദിവസവും നമ്മൾ നടത്തുന്ന ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ പോലും നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടാകും? ഇതാണ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എപ്പോഴും വാദിച്ച് ജയിക്കുന്നതിലല്ല യഥാർത്ഥ ശക്തിയും ബുദ്ധിയും ഇരിക്കുന്നത്. അതെ, ഇതാണ് യഥാർത്ഥ ജ്ഞാനം. സമാധാനവും ഊർജവും സംരക്ഷിക്കാനുള്ള കഴിവ്. ഒരു ചെറിയ തീപ്പൊരി ഒരു വലിയ കാട്ടുതീയായി മാറുന്നതിനു മുൻപ് അത് അണയ്ക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ തീ അണയ്ക്കാൻ സാധിക്കുക? എങ്ങനെയാണ് നമ്മുടെ ഊർജം നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക? അതിനുള്ള ചില വഴികളുണ്ട്, നമുക്ക് നോക്കാം. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. വഴക്കും തർക്കവുമൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു തീയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയോ? ചെറിയ കാര്യങ്ങളെ അവഗണിക്കാൻ പഠിക്കുക. അങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്ന ആ ഊർജം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ വളർച്ചയുണ്ടാകുന്നത്. ശരി, ഇനി നമുക്ക് ഈ അറിവുകളൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. നമ്മുടെ സമാധാനവും ഊർജവും തിരിച്ചുപിടിക്കാനുള്ള ചില പ്രായോഗിക വഴികൾ. അപ്പോ നമുക്ക് ഈ 3 കാര്യങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ വഴക്കും തർക്കവുമൊക്കെ ഒരു കള്ളനെ പോലെയാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ വിലപ്പെട്ട ഊർജം മോഷ്ടിക്കുന്ന കള്ളൻ. രണ്ടാമത്തേത്, ഒരു തർക്കത്തിൽ ജയിക്കുന്നതിനേക്കാൾ വലുതാണ് അത് ഒഴിവാക്കുന്നതെന്ന് തീരുമാനിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നത് ഒരു കുറച്ചിലല്ല, അതൊരു ബലഹീനതയുമല്ല, മറിച്ച് അത് വലിയ മനസ്സിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഉറച്ച തീരുമാനം. ഈ വാക്കുകൾ നമുക്ക് മനസ്സിലുറപ്പിക്കാം. ഞാൻ എന്റെ വീട്ടിലും മനസ്സിലും സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. ഈ ഒരൊറ്റ തീരുമാനം മതി നമ്മുടെ ആ ഊർജ്ജ ബക്കറ്റിലെ പല ചോർച്ചകളും അടയ്ക്കാൻ. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കെപ്പോഴും ഓർക്കാം. കലഹമോ ദേഷ്യമോ ഒന്നുമല്ല നമ്മുടെ യഥാർത്ഥ സ്വഭാവം. സ്നേഹവും ഐക്യവുമാണ്. നമ്മൾ തിരികെ പോകേണ്ടതും നമ്മുടെ ആ സ്വാഭാവികമായ അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്.
ഇന്നു മുതൽ ഈ തർക്കങ്ങളിൽ ഒന്നും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ സംരക്ഷിക്കുന്ന ആ അമൂല്യമായ ഊർജം അത് നിങ്ങൾ എന്തിനുവേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണ്? ഒരു പുതിയ കഴിവ് നേടാനോ, പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ചുകൂടി സമയം ചെലവഴിക്കാനോ, അതോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനോ? തീരുമാനം നിങ്ങളുടേതാണ്.